ഒത്തിരി സന്തോഷത്തോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടും കൂടിയാണ് ഞാൻ ഈ സമയത്ത് ആയിരിക്കുന്നത്. ഒരിക്കലും തീരാത്ത നന്ദിയും കടപ്പാടും അവശേഷിക്കെ നിസ്സാരനും അയോഗ്യനുമായ എന്നെ പൗരോഹിത്യമെന്ന വലിയ ദാനം നൽകി ബലിപീഠത്തിലേക്ക് ആനയിച്ച പരമകാരുണ്യവാനായ ദൈവത്തിന് മുമ്പിൽ എൻ്റെ ശിരസ്സ് ഞാൻ കുനിക്കുകയാണ്. ഏതൊരു ദൈവങ്ങളുടെയും ആദ്യത്തെ വിത്തുകൾ ഇടുന്നത് ചില അച്ഛന്മാരോ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ ആകാം. എൻ്റെ ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് അധികം ആർക്കും അറിയാത്ത ഒരു സംഗതിയാണ് എങ്ങനെ എനിക്ക് ദൈവവിളി ലഭിച്ചു എന്നുള്ളതെന്ന്. വർഷങ്ങൾക്ക് മുമ്പ് മരുതിമൂട് ദേവാലയത്തിൻ്റെ കുദാശ സമയത്ത് അന്ന് ഒരു ചെറിയ ബാലനായിട്ട് ഞാൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കുദാശ കടന്നു വന്നത് അഭിമന്യ ബാവ തിരുമേനിയും അന്നത്തെ സഹായമെത്രാനായിരുന്ന അഭിമന്യ ഐറോനിയസ് പിതാവുമൊക്കെയാണ്. പള്ളി കുദാശ കഴിഞ്ഞ് അഭിമന്യ ബാവ തിരുമേനി മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുമ്പോൾ കാറിൽ കയറുന്ന സമയത്ത് അന്നത്തെ ഒരു ആശ്ചര്യത്തോടുകൂടി ഒന്ന് പിതാവിനെ കാണുവാനൊക്കെ ഇതാരാണ് എന്തുവാണെന്നൊക്കെ ഒന്ന് അറിയാനായിട്ട് കടന്നു ചെന്നതാണ്. അത്ര പ്രൗഢിയുള്ള ഒരു വ്യക്തി, കണ്ടാൽ നല്ല സുന്ദരനായ വ്യക്തി, ഇതാരാണെന്നൊക്കെ ഒരു ആകാംക്ഷയോടെ ചെല്ലുകയാണ്. അന്ന് ഞങ്ങളൊരു 3-4 പേര് ഈ ദേവാലയത്തിലുള്ള എൻ്റെ സുഹൃത്തുക്കളുമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പിതാവ് കാറിൽ കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് എന്നെ നോക്കിയൊരു കാര്യം പറഞ്ഞു, സെമിനാരിയിൽ വരണമെന്ന്, അച്ഛനാവണമെന്ന് പറഞ്ഞു. അതൊരു പക്ഷേ തമാശയായിട്ടോ അല്ലെങ്കിൽ പിതാവ് എന്ത് ഉദ്ദേശിച്ചാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇന്ന് അടൂരിൽ നിന്ന് പിതാവിനോടൊപ്പം കാറിൽ വന്നപ്പോൾ മരുതിമൂട് ദേവാലയത്തിലെത്തിയ അതുവഴി പാസ് ചെയ്തപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, എൻ്റെ ഉള്ളിൽ ആദ്യത്തെ വിത്ത് ഇട്ടത് അഭിമന്യ പിതാവ് തന്നെയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു എന്തുവാണ്. അപ്പോൾ ഞാൻ ഈ ചെറിയ കഥ പറഞ്ഞു കൊടുത്തു. ഉടനെ ആ കാറിൽ വെച്ച് തന്നെ പിതാവിൻ്റെ കൈക്ക് പിടിച്ച് എന്നോട് പറഞ്ഞു അടുത്തോട്ട് വരാൻ പറഞ്ഞു. എന്നെ അടുത്ത് നിർത്തി എനിക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ നൽകുന്നു പിതാവ്. കൂടാതെ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കുടുംബാംഗങ്ങളെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. അവരെല്ലാവരും തന്നെ ഇന്നുണ്ട്. സെമിനാരിയിൽ പ്രവേശിച്ച നാൾ മുതൽ ഇന്ന് വരെ അവർ എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രോത്സാഹനവും പിന്തുണയും എനിക്ക് വലിയ ഒരു ബലമാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ തരുണത്തിൽ ഒറ്റവാക്കിൽ അറിയിച്ചുകൊള്ളുന്നു. വർഷങ്ങളായുള്ള ഒരു നീണ്ട കാത്തിരിപ്പായിരുന്നു ഞാൻ ഈ അൽത്താരയിൽ ബലിയർപ്പിക്കുന്നത് കാണണമെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുടെയും. അതിന് ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ഇന്ന് സാധിച്ചു. എനിക്കുറപ്പുണ്ട് ഞാൻ ഇന്നിവിടെ നിൽക്കണമെങ്കിൽ അത് ഇവിടെയുള്ള ഓരോരുത്തരോടുള്ള പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിച്ചേർന്നതുകൊണ്ട് മാത്രമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു ദിവസത്തിനായിട്ട് ആത്മീയമായിട്ട് ഭൗതികമായിട്ട് നിങ്ങൾ തയ്യാറാവുകയായിരുന്നു. അവസാനമായിട്ട് ഞാൻ ഓർക്കുന്ന 3 വ്യക്തിത്വങ്ങൾ ഉണ്ട്. ഈ മുന്നിലിരിക്കുന്ന എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ അനുജനും. ജന്മം നൽകി വളർത്തി വലുതാക്കിയതിലൂടെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്ന സമയത്ത് അതെല്ലാം ഉപേക്ഷിച്ച് അപ്രതീക്ഷിതമായിട്ട് ഞാൻ സെമിനാരിയിൽ പോകുക എന്ന് പറഞ്ഞപ്പോൾ ഏതൊരപ്പനും ഉണ്ടാകുന്ന ഒരു സങ്കടം ഞാൻ എൻ്റെ അപ്പൻ്റെ മുഖത്തും കണ്ടു. അപ്പൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ തകരുന്നതായിട്ട് എനിക്ക് ആ മുഖത്ത് നിന്ന് മനസ്സിലായി. എന്നാൽ അപ്പൻ്റെ ഒരു സ്വപ്നവും ഇന്ന് തകർന്നിട്ടില്ല. പകരം മറ്റൊരു രീതിയിൽ ദൈവം അത് നടത്തി തരികയാണ് ചെയ്തത്. ഞാൻ സെമിനാരിയിൽ പോയ ദിനം അന്നു മുതൽ ഞാനൊരു വൈദികനാകണമെന്ന് ഏറെ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മ. ജീവിതത്തിൽ ഒരുപാട് വിഷമഘട്ടങ്ങളുണ്ടായപ്പോഴും നിരവധി സഹനങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചപ്പോഴും അമ്മയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയും പ്രതീക്ഷയുമായിരുന്നു ഞാനൊരു ബലിയർപ്പിക്കുന്നത് കാണണമെന്നുള്ളത്. എൻ്റെ അമ്മയും അപ്പനും ഒഴുക്കിയ കണ്ണുനീരിൻ്റെ വില കൊണ്ടാണ് തമ്പുരാന് എന്നെ ഈ സ്ഥാനത്ത് എത്തിച്ചത്. എൻ്റെ നട്ടല്ലായി എന്നെ താങ്ങി നിർത്തുന്നത് ഇവരുടെ പ്രാർത്ഥനകളും കണ്ണുനീരും ചൊല്ലിയ ജപമാലമണികളുടെ അനുഗ്രഹത്തിൻ്റെയും ഫലം ഒന്നുകൊണ്ട് മാത്രമാണ്. സെമിനാരിയിൽ പലപ്പോഴും പരീക്ഷയുടെ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാകുമ്പോഴും പ്രത്യേകിച്ച് അവസാന പരീക്ഷകളുടെ സമയങ്ങളിൽ ഉപവാസമെടുത്ത് പള്ളിയിൽ ഇരുന്ന് ഇവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് ഞാൻ ഫോൺ വിളിക്കുന്നതും കാത്ത് ഇവരിയ്ക്കുമായിരുന്നു. ഞാൻ വിളിച്ചു കഴിയുമ്പോഴാണ് അവർ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഞാൻ പറയും, ചിലപ്പോൾ പറയും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇവരെന്നെ ആശ്വസിപ്പിച്ച് അവർ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, നീ ജയിക്കും, ഞങ്ങളുടെ പ്രാർത്ഥനയുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളെന്നെ ഇത്രയും വളർത്തി വലുതാക്കി നിങ്ങളുടെ ആരോഗ്യവും ആയുസ്സും എനിക്കായിട്ട് നൽകി. പകരം എനിക്ക് തിരിച്ചു തരുവാനായിട്ട് എൻ്റെ ഈ കൈകളിൽ ഒന്നുമില്ല, വെറും ശൂന്യമാണ്. എന്നാൽ എന്നെക്കൊണ്ട് തിരിച്ചു തരാൻ സാധിക്കുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ 2 കൈകളും വിരിച്ച് തമ്പുരാൻ്റെ മുൻപിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന വാക്ക് മാത്രമാണ് എനിക്ക് നൽകുവാനായിട്ടുള്ളത്. എൻ്റെ മരണം വരെ
ഞാൻ ചൊല്ലുന്ന ഓരോ വിശുദ്ധ കുർബാനയിലും നിങ്ങളും ഇനി ഉണ്ടാകും എന്ന ഒരു വാക്ക് ഉറപ്പ് മാത്രമാണ് എനിക്ക് നൽകുവാനായിട്ടുള്ളത്. ഇനി മറ്റൊരു വ്യക്തി എൻ്റെ അനിയനാണ്. ജന്മം കൊണ്ട് ഞാൻ ചേട്ടനാണെങ്കിലും കർമ്മം കൊണ്ട് അവനാണ് എനിക്ക് ചേട്ടൻ. ഞാൻ സെമിനാരിയിലായിരുന്ന കാലഘട്ടത്തിൽ വീട്ടിൽ എൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, എൻ്റെ ഒരു കുറവ് കാണിക്കാതെ എല്ലാം ക്രമീകരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട അനിയനാണ്. വീട്ടിലെ ചില അത്യാവശ്യ സമയത്ത് ചില പ്രയാസഘട്ടങ്ങളിലെല്ലാം എനിക്ക് ചെല്ലാൻ സാധിക്കാത്ത ഇടങ്ങളിലെല്ലാം അവനാണ് എനിക്ക് പകരമായിട്ട് നിന്ന് എല്ലാം നിർവഹിച്ചത്. എൻ്റെ അപ്പൻ ആക്സിഡൻറ്റ് പറ്റിയപ്പോഴും എല്ലാം ഓടിച്ചെന്ന് ആശുപത്രിയിലായിക്കതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട അനിയനാണ്. ഈ പുതു കുർബാനയ്ക്കായിട്ട് ഈ ദിവസങ്ങളെല്ലാം ഞാൻ അവനെ വിളിക്കുമ്പോൾ അവൻ ഓടി നടക്കുകയാണ്. എല്ലാം കൃത്യമായിട്ട് ക്രമീകരിക്കുകയും എല്ലാം കൃത്യമായിട്ട് അവൻ എനിക്ക് വേണ്ടി ചെയ്യുകയായിരുന്നു ഈ ദേവാലയത്തിൽ. ഈ ചെറുപ്രായത്തിലും അവനേക്കാളേറെ വലിയ കാര്യങ്ങൾ അവനിപ്പോൾ ചെയ്തു തീർത്തിട്ടുണ്ട്. ഈ നിമിഷം ഞാൻ എൻ്റെ അനിയനെ നന്ദിയോടെ അഭിമാനത്തോടെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനിയും നന്ദി പറയുവാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ഒറ്റവാക്കിൽ ഈ സമയം ഞാൻ നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള എൻ്റെ ഈ പൗരോഹിത്യ ജീവിതത്തിൽ എൻ്റെ കൈകൾക്കും കാലുകൾക്കും കരുത്ത് ലഭിക്കുവാനായി അനേകരെ തമ്പുരാന് നേടിയെടുക്കുവാൻ എനിക്ക് കഴിയണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അതിന് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണം.